ഇനി 4 വിസിൽ മധുവൂത്ത് റെഡി. അതെ കാര്യം ഒരു മധുഹൂത്ത് തിന്നാൻ വേണ്ടിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വാൽപ്പാറയിലാട്ടോ. ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാണിച്ചു തരാം. എന്റെ മധുഹൂത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ റൈസ് ഒക്കെ മേടിച്ചിട്ടോ ആദ്യം വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിട്ടോ. സൺഫ്ലവർ ഓയിലും വലിയ ഉള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, കറുകപ്പട്ട, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാ ചിക്കൻ ഇടാൻ പോവാണ്. അതായത് ആ ഒരു മസാലയൊക്കെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മധുഹൂത്ത് മസാലയാണ് ആഡ് ചെയ്തത്. തക്കാളിന്റെ പേസ്റ്റും തക്കാളിന്റെ സോസും ആഡ് ചെയ്തു. ഇതിന് ഉപ്പുണ്ടാക്കിയതാ. സലാഡിന്റെ പ്രിപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാ കുക്കർ ഏകദേശം ചിക്കൻ വേവായപ്പോൾ നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം അതിനനുസരിച്ചുള്ള റൈസാണ് നിങ്ങൾ എടുക്കേണ്ടത്. സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലുള്ള വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതാ വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. 4 വിസിലിൽ മധുവൂത്ത് വന്നിട്ടില്ലെങ്കിൽ 5ാമത് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. റെഡി ആവും. പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അടാറ് ഐറ്റം തന്നെയാണ് ഈ ഒരു മധു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കും കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് മധുവൂത്ത് ഇത്ര സ്പീഡിൽ ഉണ്ടാക്കുന്ന വേറെ ആരുമില്ല കേരളത്തിൽ. ഉണ്ടെങ്കിൽ കമന്റ് അടിക്കട്ടോ. അപ്പൊ അതാ മക്കളെ, നമ്മളെ മധുവൂത്തിന് ഇവിടെ ആർക്കും ഒന്നും പറ്റിയിട്ടതാ. ഫുൾ ക്ലീൻ ആൻഡ് നീറ്റ്. വേസ്റ്റ് നമ്മൾ കൊണ്ടുപോകണം എല്ലാം ഇതില്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് അടുത്ത വീഡിയോ വരും. അപ്പൊ എല്ലാവരും ഇപ്പൊ ഫോളോ ചെയ്ത് വെച്ചോ. അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എടുക്കാൻ പോകണേ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ, ബൈ.